ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരനെ തിരുത്തുന്നതായിട്ട്. അതിലിങ്ങനെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു നടക്കാതെ സഹോദരൻ ഒറ്റയ്ക്കായിരിക്കുമ്പം നീ ചെന്ന് അവനെ തിരുത്തുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഓരോ വാക്കിനും ഒന്നോ രണ്ടോ സാക്ഷികളെ കൂടെ കൊണ്ടുപോവുക. അവരും അവരുടെയും വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭ പറയുന്നതും അവൻ കേൾക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെ ആയിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഈശോ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് വിചിന്തനം ചെയ്യണം. നമ്മുടെ സഹോദരങ്ങളുടെ തെറ്റുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന്. അത് അവനുമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പറയണം. ആൾക്കാരുടെ കളിയാക്കാനായിട്ട്, കുറ്റപ്പെടുത്താനായിട്ട് നമ്മൾ നിൽക്കരുത്. നമ്മൾ നമ്മുടെ സഹോദരനെ നേടാനാണ് ശ്രമിക്കേണ്ടത്. നമുക്ക് നമ്മുടെ കഴിവുകൾ ശ്രമിക്കാം. ഈശോ പറഞ്ഞതുപോലെ ഓരോ സഹോദരനെ നേടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനു മുമ്പായിട്ട് ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ കണ്ണിലെ തടിക്കഷ്ണം കാണാതെയും സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുക സഹോദരനോട് നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഈശോ ചോദിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമേ നമ്മുടെ ഉള്ളിലെ നന്മയും തിന്മയും മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെടുക. സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും എല്ലാവരുടെയും. നമുക്ക് ദൈവം കനിഞ്ഞു നൽകിയ എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് കുറവുകളും കുറ്റങ്ങളും ഉള്ളവരാണ് നമ്മളെല്ലാവരും. അതിന് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. അതിനുശേഷം നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് സഹോദരങ്ങളെയും നേടാം. അങ്ങനെ ഒരു ഐക്യത്തോടെ നമുക്ക് ഒരുമിച്ച് സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ വിളിക്കുന്ന സമയത്ത് പോകാനായിട്ട് തയ്യാറാകാം. ഇതുവരെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. പക്ഷെ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറച്ച തീരുമാനം എടുക്കാം. നമ്മുടെ ജീവിതം അത് നമ്മുടെ